ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് മമ്മിയോട് ചോദിച്ചില്ലേ നവീന്റെ ശാപം ഒഴിവാക്കാൻ ആദ്യം ഒരു പെൺകുട്ടിയെ നവീൻ വിവാഹം കഴിക്കുമെങ്കിൽ കഴിച്ചോട്ടെ, അതിനുശേഷം മോളെ വിവാഹം കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന്. അന്നത് ഒരു തമാശയായിട്ടാ മമ്മി എടുത്തത്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി അത് തന്നെയാണ് മാർഗം. നീയും ഗോപാലേട്ടനും നാട് മുഴുവൻ കൈനീട്ടി നടന്നാലും നിന്റെ അമ്മയുടെ ഓപ്പറേഷനുള്ള കാശ് കിട്ടൂല. മോള് വിളി, നമ്മുടെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല. വാങ്ങി സംസാരിക്കുമോളെ. ദാ സിത്താര മാഡത്തിന്റെ നമ്പറാ, സംസാരിച്ചോ. ആ സുനന്ദയെ വിളിക്കുന്നേ. ഹലോ. ഹലോ മാഡം, ഞാൻ കൃഷ്ണയാ. ആ എന്തായി ആലോചിച്ചിട്ട് സമ്മതാണോ ഞാൻ പറഞ്ഞ കാര്യം? അത് എനിക്കോ എന്റെ അമ്മയ്ക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് മാഡം. അങ്ങനെ ഉറപ്പുണ്ടെങ്കില് എനിക്ക് സമ്മതം. ഗുഡ്. അപ്പോ ഞാൻ ഈ കാര്യം ഉറപ്പിക്കുകയാണ്. കുട്ടിക്ക് ആവശ്യമുള്ള പണം ഇന്ന് കുട്ടിയുടെ അക്കൗണ്ടിലെത്തും. ഞാനത് സിനിയെ പറഞ്ഞ് ഏൽപ്പിച്ചോളാം. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് കുട്ടി ഇങ്ങോട്ട് എത്തണം. കേട്ടല്ലോ? ശരി മാഡം. എന്ത് ആവശ്യമുണ്ടെങ്കിലും കുട്ടിക്ക് എന്നെ വിളിക്കാം. പണം ഇന്ന് എന്നെ ബാങ്കിലിടാന്ന് പറഞ്ഞു. എന്റെ പൊന്നുമോളെ, ഈ പണത്തിന് വേണ്ടി നീ എത്രമാത്രം അലഞ്ഞൊന്ന് കൈ കണക്കുണ്ടോ? ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് നീ കണക്കാക്കിയാ മതി. അമ്മയെ രക്ഷിക്കാൻ ദൈവം കാണിച്ചെന്ന വഴി. എനിക്ക് നാഗദൈവങ്ങളെ വിശ്വാസമാണ്, അവര് കാത്തോളും. സിനി, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണം. ഗാഥമോളോട് കാര്യങ്ങളെല്ലാം പറയാം. അവളെ സമ്മതിപ്പിക്കണം. പിന്നെ ആ കൃഷ്ണയ്ക്ക് പണം അയക്കാനുള്ള ഏർപ്പാടുകൂടെ ചെയ്തോളൂ. സുനന്ദയെ വിളിച്ച് അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് പോകുന്ന വഴിക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്യാമോ? വലിയൊരു പ്രതിസന്ധി പുറത്തു കിടന്നത്. ഒരുപക്ഷെ ഇങ്ങനൊരു ആവശ്യം മുമ്പിൽ ഇല്ലാത്തപ്പോഴാണ് എന്റെ ഗാഥമോളുടെ ഛായയിൽ ഞാൻ അവളെ കണ്ടിരുന്നതെങ്കിൽ കണ്ട നിമിഷം തന്നെ വണ്ടി ഇടിപ്പിച്ച് ഞാൻ കൊന്നനെ. പക്ഷേ അവളുടെ അമ്മയും എന്റെ ഭർത്താവും എന്നോട് ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് അവള് തന്നെയാണ്. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ശരി മാം. മമ്മി, പറ മമ്മി, എന്താ മമ്മി പറഞ്ഞ സർപ്രൈസ്? എന്നെ നവീനെ ഒന്നിപ്പിക്കാനുള്ള സർപ്രൈസ് എന്താണെന്ന് പറ. പറയാം. മമ്മി പറയുന്നതെല്ലാം മോളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. മോള് മമ്മിയോട് ചോദിച്ചില്ലേ നവീന്റെ ശാപം ഒഴിവാക്കാൻ ആദ്യം ഒരു പെൺകുട്ടിയെ നവീൻ വിവാഹം കഴിക്കുമെങ്കിൽ കഴിച്ചോട്ടെ, അതിനുശേഷം മോളെ വിവാഹം കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന്. അന്നത് ഒരു തമാശയായിട്ടാ മമ്മി എടുത്തത്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി അത് തന്നെയാണ് മാർഗം. എന്റെ മോളുടെ സന്തോഷം നിലനിർത്തണമെങ്കിൽ അതിനിടയിൽ ഒരാള് വരണം. പക്ഷേ നവീൻ അതിന് സമ്മതിക്കോ? ശാപം ഒഴിവാക്കാൻ വേണ്ടി വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിലെ താലി കെട്ടുകയെന്നൊക്കെ പറഞ്ഞ ഐ ഡോണ്ട് തിങ്ക് സോ. മാം ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഗാഥ മാഡം സമ്മതിക്കണം. കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ച് മമ്മി ഒരു പെൺകുട്ടിയെ കണ്ടു. മോളെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. എന്നെ പോലെ ഇരിക്കുന്ന വേറൊരു പെൺകുട്ടിയോ? നവ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സത്യമാണ്, ആ കുട്ടി മോളെ പോലെ തന്നെയാ. ശരിക്കും കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. സിനിച്ചേച്ചൊന്നും മിണ്ടാതിരുന്നേ. എന്നെ പോലെ വേറൊരു പെൺകുട്ടി ഈ ലോകത്തുണ്ടെങ്കിലേ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? എന്നെ പോലെ ഞാൻ മാത്രം മതി. മോള് പറയുന്ന കേക്ക്. ആളുകൾ തമ്മിൽ പല സാമ്യങ്ങളും ഉണ്ടാവാറില്ലേ?
സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്ന ആളുകളില്ലേ? പ്രധാനമന്ത്രിയെ പോലെയും പ്രസിഡന്റിനെ പോലെയും രൂപം കൊണ്ട് സാദൃശ്യമുള്ള ആൾക്കാരുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലേ? അതുപോലെ തന്നെ ഇതും. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് ഒരുപക്ഷെ നവീൻ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന പെൺകുട്ടി കാഴ്ചയിൽ നിന്നെ പോലെ തന്നെ ഇരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ നവീൻ അത് ചെയ്യും. കൺമുന്നിൽ നിൽക്കുന്നത് നീയാണെന്നുള്ള ധാരണയില്. എന്തൊക്കെ മമ്മി പറയുന്നേ? ഒരു കാര്യം പരിഹരിക്കാൻ വേണ്ടി ഇത്രയും വലിയ ടെൻഷൻ എടുത്ത് തലയിൽ വെക്കണോ? നോക്ക്, ഒരാവേശത്തിന് നിന്റെ ആഗ്രഹം നടത്തി തന്നാ മാത്രം പോരാ മമ്മിക്ക്. നീ ഒരുപാട് കാലം ജീവിക്കുന്നത്, നിനക്ക് കുഞ്ഞുങ്ങൾ പിറക്കുന്നത്, അവരുടെ വളർച്ച, അതൊക്കെ എനിക്ക് കാണണം. ഇത്രയും കാലം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു വന്ന എനിക്ക് നിന്റെ കുടുംബമാണ് ഇനിയുള്ള പ്രതീക്ഷ. അതുകൊണ്ട് മമ്മി പറയുന്ന കാര്യം മോൾ അനുസരിക്കണം. മാഡത്തിന് പകരം നവീന്റെ മുമ്പിൽ കുറച്ചു നാളത്തേക്ക് ആ പെൺകുട്ടിയെ പ്രസന്റ് ചെയ്യാന്നാ മാം പറയുന്നത്. മമ്മി, നീ നവീനൊപ്പം ജീവിക്കുന്നുള്ള വാക്ക് ഞാൻ പാലിക്കാം. പക്ഷേ നവീന്റെ കുടുംബത്തിനുള്ള ശാപം നിന്റെ തലയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നീ എനിക്ക് വാക്ക് തരണം. ഒന്നുമില്ല, നീ ഇടയ്ക്കിടയ്ക്ക് കുറച്ചു ദിവസം മാറി നിന്നിട്ട് എനിക്ക് സർപ്രൈസ് തരാറില്ലേ? അതുപോലെ ഒന്ന് അങ്ങനെ കരുതിയാ മതി. ഓക്കെ. ആദ്യം മമ്മി പറഞ്ഞ പെൺകുട്ടി ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് ഞാനെന്റെ തീരുമാനം പറയാം. മതി, എന്നിട്ട് മതി. How are you, Gada? Feeling well? I'm okay, sir. മുറിവുകളൊക്കെ കരിഞ്ഞിട്ടുണ്ട്. വേറെ ടെൻഷനൊന്നുമില്ലല്ലോ? No. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ഉണങ്ങാൻ ബാക്കിയുള്ള മുറിവുകൾ കൂടി ഉണങ്ങണം. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കെയർ ആവാം. റോഡിൽ നമ്മുടെ ശ്രദ്ധ തന്നെയാണ് നമ്മുടെ ജീവൻ. ഓക്കെ? ഡോക്ടർ, ഡിസ്ചാർജിന്റെ കാര്യം? ഡിസ്ചാർജിന്റെ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ, ഡിസ്ചാർജ് ആണ്. അതിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാൻ പറയൂ. ഓക്കെ കഥ, ഞാൻ പറഞ്ഞൊക്കെ ചെയ്താൽ മതി. താങ്ക് യു ഡോക്ടർ. അപ്പോ നമുക്ക് പോവാം. ഇനിയുള്ള മണിക്കൂറുകൾ മമ്മിക്കും മൂക്കും പരീക്ഷണത്തിന്റെ മണിക്കൂറുകളാണ്. ഓക്കെ? ഉണ്ണിമായേ, നീ എത്തിയോ? അമ്മ ഇപ്പോഴും കൂടി ചോദിച്ചതേ ഉള്ളൂ. ഇന്ന് വന്നേ. വാ 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 വാ. അമ്മേ, അമ്മേ. നീ വന്നോ? മോളെ, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. ഇവളെ എന്നെ വിളിച്ച് കാണിച്ചത്. എന്താ? നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോ ഒരു ദിവ്യനാഗം തുളസിത്തറയിൽ വരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ വരവ് ഇന്നും ഉണ്ടായി.